എന്റെ മോൻ ഋഷി വർഷങ്ങളായി അവന്റെ ലോകം ഈ മുറിയാ. ഈ കട്ടില്ല ജീവിതം. ചലിക്കില്ല, സംസാരിക്കില്ല, ശ്വസിക്കും, ഭക്ഷണവും കഴിക്കും. പറയാൻ മനസ്സ് വരുന്നില്ല, എന്നാലും പറയാം. ജീവച്ചവെന്ന് പറയില്ലേ, അതായിരുന്നു അവസ്ഥ. അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ? അതെ, ഈ കട്ടിലിൽ നിന്ന് ആ അമ്പലത്തിലേക്ക് എത്തിയതിനിടയിലുള്ള കഥയാ എനിക്ക് നന്ദനോട് പറയാനുള്ളത്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥ. ഒരു സഹോദരിയെ പോലെ ഒരാൾ കൂടെ നിന്ന് എന്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ കഥ. ദേവികയുടെ നന്മയുടെ കഥ. അത് നന്ദൻ അറിയണം. എന്റെ മകനെ മറ്റാരും കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജീവിതത്തിൽ ഒന്നും അല്ലാണ്ടായി പോയ ഒരാളാണ് എന്റെ മകനെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം ജോലിക്കിടയിൽ ശബ്ദം കേട്ട് ദേവിക ഈ മുറിയിലേക്ക് വന്നു. ഋഷിയെ കണ്ടു. അന്ന് ഞാൻ അവളെ ശകാരിച്ചു. അവളുടെ താലി തൊട്ട് സത്യം ചെയ്യിച്ചു. ലോകത്താരോടും ഋഷിയുടെ കാര്യം പറയരുതെന്ന്. അതുകൊണ്ടാ നന്ദിനിന്ന് പോലും അവൾ ആ കാര്യം മറച്ചു വെച്ചേ. നീ പറ, എന്താ വരെ എത്ര താമസിച്ച? നന്ദു, ഒക്കെ പോട്ടെ, എന്താ വൈകുന്നതിന് കാരണം പറയുന്നില്ലല്ലോ. ഓഫീസില് ജോലി ഉണ്ടായിരുന്നു നന്ദു. എന്ത് ജോലി? അത് പറ. അവളുടെ ഒരു ഓഫീസ് ജോലി. ഞാൻ അവസാനം ഫോൺ ചെയ്തപ്പോഴും അറിഞ്ഞില്ലേ ജോലി ഉണ്ടെന്ന്? ഇല്ല, ആ സമയത്തൊന്നും മാഡം പറഞ്ഞിരുന്നില്ല. ദേവിക ഇവിടുന്ന് രാജിവെക്കാൻ പോയപ്പോ ഞാൻ അവളോട് അപേക്ഷിച്ച് പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ദേവിക കാരണം ഋഷി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേവിയും ഋഷിയും തമ്മിലുള്ള ഫോട്ടോസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ ഋഷിയുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റൊരാൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ജിൻസി ഒരപകടകാരി. പുതിയ ജോലിസ്ഥലം എങ്ങനെയുണ്ട് ദേവികെ? ഓഫീസിന്റെ തിരക്കും ബഹളമൊന്നുമില്ല. ഓഫീസ് സ്റ്റാഫായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഒരു ജിൻസി ഉണ്ട്. മാഡത്തെക്കാൾ വലിയ ഭരണമാ ജിൻസിക്ക്. ചെറിയ രീതിയിൽ ആജ്ഞാപിക്കും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ഓരോ ഉത്തരവുകൾ. അങ്ങനെയൊക്കെ. ആരെയും അപായപ്പെടുത്താൻ നോക്കി നടക്കുന്നവൾ അവള് ചെയ്താവും. നന്ദന് കുറ്റം പറയുന്നില്ല. ഒരു സംശയത്തിലിരിക്കുമ്പോ മറ്റെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കും. നന്ദന് ദേവിക എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് അവള് ദൈവ. ഒന്ന് സംസാരിക്കാനോ ചലിക്കാനോ പറ്റാതെ കിടന്നുപോയ എന്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവള് എനിക്ക് ദൈവതുല്യം തന്നെയാ. അവളുടെ നന്മ തിരിച്ചറിയാതെ പോകരുത്. മേഡം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാട് കയറി ചിന്തിച്ചു കൂട്ടി. തെറ്റുകൾ ആർക്കും പറ്റും. അത് തിരുത്താൻ മനസ്സ് കാണിക്കുന്നിടത്താ യഥാർത്ഥ മനുഷ്യരാവുന്നേ. ഋഷിയെ
ഞാനവനെ ഒന്ന് ഈ കാരണം കൊണ്ടല്ലേ ഭാര്യയെ അത്രമാത്രം സ്നേഹിക്കുന്നൊരു പുരുഷൻ ചിലപ്പോ അങ്ങനെ പെരുമാറും. അറിയോ, ദേവികയുടെ ഭർത്താവായോണ്ട് മാത്ര എന്റെ മോനെ ഉപദ്രവിച്ച നന്ദനെ ഞാൻ വെറുതെ വിട്ടത്.